പുതിയ KPCC നേതൃത്വത്തെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമൂഹ മാധ്യമ ചർച്ചകളിലൊക്കെ സംഘടിതമായി ആക്രമിക്കപ്പെടുന്ന ഒരു നേതാവ് KC വേണുഗോപാലാണ്. കോൺഗ്രസിലെ ഒരു വിഭാഗം അണികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുമൊക്കെ സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റായി നിയോഗിച്ചത് KC വേണുഗോപാൽ ചെയ്ത എന്തോ കൊടും പാതകമാണ് എന്നുള്ള മട്ടിലാണ് പ്രചരിപ്പിക്കുന്നത്. അത് കേരളത്തിൽ ഈ അണികൾക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിച്ചാൽ അതിനൊക്കെ ഉത്തരവാദി KC വേണുഗോപാലാണ് എന്ന തരത്തിൽ വലിയ സമൂഹ മാധ്യമ അധിക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും പവർഫുള്ളായ രാഷ്ട്രീയ നേതാവും KC വേണുഗോപാൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയുടെ കാര്യത്തിലും കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ജനപ്രീതിയുടെ കാര്യത്തിലും പാർട്ടിക്കുള്ളിലെ കരുത്തിൻ്റെ കാര്യത്തിലും KC വേണുഗോപാൽ ഇന്ന് കേരളത്തിലെ നമ്പർ 1 നേതാവായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായി ഇത്തരത്തിലുള്ള കരുതിക്കൂട്ടിയുള്ള സമൂഹ മാധ്യമ ആക്രമണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. അതിപ്പോൾ സണ്ണി ജോസഫിനെ നിയമിച്ച കാര്യത്തിലും KC വേണുഗോപാൽ ആ പാപഭാരം ചുമക്കേണ്ടി വരുന്നു എന്ന് ചുരുക്കം. ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാൽ പറയുന്നത് അപ്പാടെ വിഴുങ്ങുന്നവരാണ് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും എന്ന് നമുക്ക് വിശ്വസിക്കുക തരമില്ലല്ലോ. കാരണം ഇവിടെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്, അവരിൽ നിന്ന് റിപ്പോർട്ടുകൾ തേടുന്നുണ്ട്, ഇവിടുത്തെ നേതാക്കന്മാരിൽ നിന്നൊക്കെ റിപ്പോർട്ടുകൾ തേടുന്നുണ്ട്, അവരുമായി അഭിപ്രായങ്ങൾ ആരായുന്നുണ്ട്, അതിനുശേഷം എടുക്കുന്ന തീരുമാനം. ഇപ്പോൾ ആൻ്റണിയുടെ പേര് സണ്ണി ജോസഫിനെ നിയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ മുഴങ്ങിക്കേട്ടപ്പോഴും ആൻ്റണി KC വേണുഗോപാലിൻ്റെ നോമിനി എന്നുള്ള പ്രചരണമായിരുന്നു. ഇപ്പോൾ സണ്ണി ജോസഫിനെ നിയോഗിച്ചപ്പോഴും സണ്ണി ജോസഫ് KC വേണുഗോപാലിൻ്റെ നോമിനി എന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടാകുന്നു. എന്നാൽ ഇത്തരത്തിൽ കോൺഗ്രസ്സിന് അണികൾക്ക് ദഹിക്കാത്ത തരത്തിലുള്ള തീരുമാനമുണ്ടാകുമ്പോൾ അതിൻ്റെ പാപഭാരം മുഴുവൻ KC വേണുഗോപാലിൻ്റെ തലയിൽ കൊണ്ടുചെന്നിടുകയും എന്നാൽ കോൺഗ്രസ്സിന് കുഴപ്പമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് KC വേണുഗോപാലിന് കൊടുക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശീലവും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ K സുധാകരനെ 3 വർഷം മുമ്പ് KPCCയുടെ അധ്യക്ഷനായി നിയോഗിച്ചപ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസ് അണികൾ മുഴുവൻ കൈയടിച്ച തീരുമാനമായിരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് പക്ഷേ KC വേണുഗോപാലിന് കൊടുത്തില്ല. അതെന്തോ രാഹുൽ ഗാന്ധി നേരിട്ടെടുത്ത തീരുമാനം. അപ്പോൾ ഹിതകരമല്ലാത്ത അണികൾക്ക് അത്രയൊന്നും ദഹിക്കാത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് KC വേണുഗോപാൽ ഉണ്ടാക്കുന്നത്. അതായത് KC വേണുഗോപാലിനെതിരെ കേരളത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള നീക്കം കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. അദ്ദേഹം ദേശീയ തലത്തിൽ ബലമുള്ള നേതാവായി നിൽക്കുമ്പോഴും കേരളത്തിൽ അണികൾക്കിടയിലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇമേജിന് കോട്ടം തട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുതിക്കൂട്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അത് വ്യക്തമാണ്. ഈ സമൂഹ മാധ്യമ പോസ്റ്റുകളൊക്കെ പരിശോധിച്ചാൽ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ കടന്നാക്രമണം ഉള്ളതായി നമുക്ക് കാണാം. അവരൊക്കെ ആരാധിക്കുന്നത് ഏത് നേതാക്കന്മാരെയാണ് എന്നുള്ളത് കൂടി അവരുടെയൊക്കെ പേജുകളിൽ പോയി പരിശോധിച്ചാൽ വ്യക്തവുമാണ്. അപ്പോൾ സംഘടിതമായി KC വേണുഗോപാലിനെ പോലെയുള്ള ഒരു നേതാവിനെ അവഹേളിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ തീരുമാനങ്ങളും KC വേണുഗോപാലിൻ്റേതാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അധിക്ഷേപിക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെയാണ്. അവരൊന്നും തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തവർ, എല്ലാ തീരുമാനവും KC വേണുഗോപാൽ പറയും. അപ്പോൾ കോൺഗ്രസിന് എന്തെങ്കിലും ദോഷമുണ്ടാകുമ്പോൾ അത് മുഴുവൻ KC വേണുഗോപാലിൻ്റെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കുകയും നേട്ടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക. അതെങ്ങനെയാണ് ശരിയാവുന്നത്? KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എല്ലാ തീരുമാനങ്ങളും സ്വതന്ത്രമായി എടുക്കുന്നയാളാണ് എന്ന നിലയിൽ ഈ സണ്ണി ജോസഫിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആളുകൾ അങ്ങനെയെങ്കിൽ K സുധാകരനെ നിയമിച്ചതും KC വേണുഗോപാലാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കട്ടെ. കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചതും തെലങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചതും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സെഞ്ചുറി നേട്ടത്തിലേക്ക് കോൺഗ്രസിന് എത്താൻ സാധിച്ചതും BJPയെ പ്രതിരോധത്തിലാക്കിയതും KC വേണുഗോപാലിൻ്റെ സംഘടന വൈഭവത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണ്ടേ? അത് പറയില്ല. അതിനൊക്കെ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് നൽകും, അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾക്ക് നൽകും. അങ്ങനെയല്ലല്ലോ. യഥാർത്ഥത്തിൽ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം എന്താണ്?
കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരെങ്കിലും കെ സി വേണുഗോപാലിനെ കേരളത്തിലെ നേതാവ് എന്നുള്ള നിലയിൽ ഭയക്കുന്നുണ്ട്. ഇപ്പം ദേശീയ തലത്തിൽ കെ സി വേണുഗോപാൽ ഇരുന്നു കൊള്ളട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ കെ സി വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തെ അവർ അത്രമേൽ ഭയക്കുന്നുണ്ട്. അതാരൊക്കെയാണ് എന്ന് പേരൊന്നും എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി എങ്ങാനും കെ സി വേണുഗോപാൽ കേരളത്തിൽ വല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായൊക്കെ വന്നുപെട്ടാലോ എന്നുള്ള ഭയം പല ആളുകൾക്കുമുണ്ട്. കെ സി വേണുഗോപാലിന് ഈ പറയുന്ന പല ഇപ്പോഴത്തെ അഭിനവ നേതാക്കന്മാരെക്കാൾ, അല്ലെങ്കിൽ ഞാനാണ് നേതാവ് എന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം ഡയലോഗ് അടിച്ച് നടക്കുന്ന ആളുകളെക്കാളൊക്കെ രാഷ്ട്രീയ പാരമ്പര്യവും ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും ഉണ്ട് എന്ന് കൃത്യമായി തന്നെ തെളിയിച്ചിട്ടുള്ള ആളാണ് കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാലിൻ്റെ ചില രാഷ്ട്രീയ തീരുമാനങ്ങളോട്, അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ സ്വീകരിച്ച സംഘടനാപരമായ തീരുമാനങ്ങളോടൊക്കെ കൃത്യമായിട്ടുള്ള വിയോജിപ്പുള്ള പല ഘട്ടങ്ങളിലും നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അത് രാഷ്ട്രീയം അങ്ങനെയാണ്. ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ തെറ്റായി വരുമ്പോൾ അത് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അത്തരം രാഷ്ട്രീയ തീരുമാനങ്ങൾ ചില ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസിന് തിരിച്ചടി നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളിൽ അണികളിൽ നിന്ന് പ്രതിഷേധമുണ്ടാകുമ്പോൾ അത് നേരെ കെ സി വേണുഗോപാലിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള പരിശ്രമം ഉണ്ടാവുകയാണ്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ചില ചരടുവലികളും നന്നായിട്ടുള്ള പാരവയ്പ്പുകളും ഒക്കെ നടത്തുന്ന നേതാക്കന്മാർ തന്നെയാണ്. ഇത്തരത്തിൽ ഇതെല്ലാം അങ്ങ് കെ സിയുടെ മണ്ടക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേഫായല്ലോ, നമ്മളിങ്ങനെ നല്ല കുട്ടപ്പനായി നിൽക്കുക, കെ സി വേണുഗോപാൽ ഇതെല്ലാം ചുമക്കട്ടെ, കേരളത്തിലെ കോൺഗ്രസ് അണികൾക്കിടയിൽ കെ സിക്കെതിരായ വികാരം ഇങ്ങനെ നുരഞ്ഞു പൊന്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ ആഗ്രഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരുപക്ഷെ കെ സി വേണുഗോപാലിനെ പോലെയുള്ള ഒരാളിനെ, കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുള്ള പാരമ്പര്യമുണ്ട്. കേരളത്തിൽ മന്ത്രിയായിരുന്ന് പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്, കേന്ദ്രമന്ത്രിയായിരുന്നയാളാണ്, കോൺഗ്രസിലെ സംഘടനാപരമായ വലിയ ചുമതലകൾ വഹിക്കുന്നയാളാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങളെ കൃത്യമായി ഏകോപിപ്പിച്ച് നിർത്താനുള്ള കഴിവുണ്ട് എന്ന് പലവരും തെളിയിച്ചിട്ടുള്ള ആളാണ്. എല്ലാ സമുദായങ്ങൾക്കും തൃപ്തിയുള്ള ഒരാൾ കൂടിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ സമവാക്യങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്ന ദേശീയ തലത്തിലും ശ്രദ്ധേയനായുള്ള ഒരു നേതാവിന് ഇവിടെ നിന്ന് പിന്തുണ ഉണ്ടാകരുത് എന്ന് ഇപ്പോഴേ ചില ആളുകൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഫലമായി അവർ സംഘടിതമായി കെ സി വേണുഗോപാലിനെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവിടെയാണ് കോൺഗ്രസിൻ്റെ അണികൾക്ക് തിരിച്ചറിവുണ്ടാകേണ്ടത്. കോൺഗ്രസിനെ നയിക്കാൻ കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരാൾ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന അണികൾ തൽക്കാലം ഈ പാപഭാരങ്ങളെല്ലാം കെ സി വേണുഗോപാലിൽ കൊടുത്ത് കെ സിയാണ് കേരളത്തിലെ കോൺഗ്രസിനെ തുലയ്ക്കുന്നത് എന്ന തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് കഴിയുന്ന ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിനാണ് നഷ്ടമുണ്ടാക്കുന്നത്. കെ സിയെ പോലുള്ള ഒരു നേതാവ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അമരക്കാരനായി, അല്ലെങ്കിൽ കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതൊന്നും അത്ര മോശമായ കാര്യമല്ല. എന്ന് മാത്രമല്ല, ഇപ്പോഴുള്ള ഒട്ടുമിക്ക നേതാക്കന്മാരെക്കാൾ ആ സ്ഥാനത്തിരിക്കാൻ അർഹനാണ് കെ സി വേണുഗോപാൽ എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. അപ്പോൾ പാപം മുഴുവൻ കെ സി വേണുഗോപാലിന്, നല്ലത് വരുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കെ സിയുടെ മുകളിലിരിക്കുന്ന ആളുകൾക്ക് എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു പരിതസ്ഥിതിയെ മാറ്റിയെടുക്കാൻ ഇവിടുത്തെ ഇപ്പോൾ ഏയും അയ്യുമൊന്നുമില്ലെങ്കിലും പല തട്ടുകളിലായി നിൽക്കുന്ന നേതാക്കന്മാർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം.